60 കൊല്ലത്തിന് മേലെയായിട്ട് ഈ സീറോ മലബാർ സഭ വിശ്വാസികൾ, പ്രത്യേകിച്ച് എറണാകുളത്തു നിന്ന് വടക്കോട്ടുള്ള രൂപതകൾ കുർബാനയുടെ പേരിൽ നമ്മളെ കബളിപ്പിച്ചു തുടങ്ങിയിട്ട് കഴിഞ്ഞതാണ്. അത് ഒരു തെറ്റായ ആശയം, തെറ്റായ ഒരു ഇംപ്ലിമെൻറ്റേഷനായിരുന്നു ഈ ജനാബി കുർബാന എന്ന ആശയം വന്നത്. അത് കുറേ ഈ വിമതപക്ഷത്തുള്ള വൈദികരും പാലക്കാട്ടെ പിതാവിൻ്റെ നേതൃത്വത്തിലും ഒക്കെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ 60 കൊല്ലത്തെ പാരമ്പര്യം പറഞ്ഞുകൊണ്ടാണ് അവർക്ക് വീണ്ടും ഇത് തന്നെ തുടർന്നു പോകണം എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. അത് തെറ്റാണെന്നുള്ള ബോധ്യത്തിലാണ് നമ്മളൊക്കെ ഈ രംഗത്തിറങ്ങിയിട്ടുള്ളത്. ആ ബോധ്യങ്ങളെ മനസ്സിലാക്കി കൊടുത്ത് അവരെയും കൂടി തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ബദ്ധപ്പാടാണ് ഇപ്പോൾ ഉള്ളത്. അതിന് ചിലപ്പോൾ കുറച്ചുകൂടി സമയം എടുത്തു വരും. അതുകൊണ്ടാണല്ലോ ഒരിക്കലും ഏകീകൃത ബലിയിൽ നിന്ന് പിന്നോട്ട് പോകില്ല. കാരണം അത് മാർപ്പാപ്പ അംഗീകരിച്ചിട്ടുള്ളതാണത്. ഇനി അത് പിന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് കാലതാമസം എടുത്താലും അത് നടപ്പിലാക്കിയേ മതിയാകൂ എന്ന ഒരു ആശയം തീരുമാനിച്ചിട്ടുള്ളത്. കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. നമ്മൾ ധൃതി വയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് നമുക്ക് സാധിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുള്ള ലത്തീൻ പള്ളികളിലോ അല്ലെങ്കിൽ നമ്മുടെ സിനഡ് കുർബാന നടത്തുന്ന നമ്മുടെ ഇടവക പള്ളിയിലോ പോയി തൽക്കാലം കുർബാന കണ്ട് അതിൽ പങ്കെടുക്കുക, പ്രാർത്ഥിക്കുക. പ്രത്യേകം വേഗം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു സമാധാനപരമായ രീതിയിൽ ഏകീകൃതം അർപ്പിക്കാനായിട്ടുള്ള അനുകൂല സാഹചര്യം ഉണ്ടാകാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. അത്രേ പറയാൻ പറ്റുള്ളൂ. ഇത് എത്ര കൊല്ലം വരെ നീളുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞ ആദ്യം 60 കൊല്ലങ്ങൾക്ക് മുമ്പ് രണ്ടാം വത്തിക്കാൻ സൂനസ് കഴിഞ്ഞ ശേഷം ഒരു ട്രയൽ ബേസ് നോക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണത്. 1 വർഷം 2 വർഷത്തേക്ക്. അതാണ് ഈ 60 കൊല്ലം വരെ നീട്ടിപ്പിടിച്ചത്. അപ്പോൾ നമ്മുടെ ഈ തലമുറയ്ക്ക് നമുക്ക് ഇതൊക്കെ കാണാൻ, ഇനി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ ഏകീകൃതത്തിൽ കാണാൻ പറ്റുന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനാണ് പറഞ്ഞത്, പ്രാർത്ഥനയില്ലാണ്ട് ഒന്നും നടക്കില്ല. പ്രാർത്ഥനയിലൂടെ നമ്മുടെ സഭയോടൊപ്പം നിന്നുകൊണ്ട് നമ്മൾ പോരാടണം. എന്നാൽ നമുക്ക് വിജയം സുനിശ്ചിതം. താങ്ക് യു.